പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കോവിഡ്-19 പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് തിരിച്ചുപോകാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളോട് കേന്ദ്ര സർക്കാർ ക്രൂരത കാട്ടുകയാണെന്ന വിമർശനവുമായി ICC ദേശീയ കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചതിന്റെ പകുതിയോ അതിൽ താഴെയുള്ള ടിക്കറ്റ് നിരക്കിൽ വിദേശ രാജ്യങ്ങളിലെ വിമാനങ്ങൾ ആളുകളെ നാട്ടിലെത്തിക്കാൻ തയ്യാറായിട്ടും ചില രാജ്യങ്ങൾ സൗജന്യമായി പോലും പ്രവാസികളെ നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ടും കേന്ദ്ര സർക്കാർ അതിന് വഴങ്ങുന്നില്ലെന്നാണ് OICC വ്യക്തമാക്കുന്നത്. ഇതിനായി എയർപോർട്ടുകൾ തുറന്നുകൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുമില്ല. മുൻകാലങ്ങളിൽ പലപ്പോഴും ഇതിന്റെ പകുതിയിൽ താഴെ മാത്രം തുക മുടക്കി ആളുകൾക്ക് യാത്ര ചെയ്യുവാൻ അവസരം ഉണ്ടായിട്ടുമുള്ളതാണ്. എന്നാൽ തന്നെയും കഴിഞ്ഞ 3 മാസക്കാലമായി പ്രവാസി സംഘടനകളുടെയും മറ്റ് മനുഷ്യസ്നേഹികളും നൽകുന്ന ഭക്ഷണം കഴിച്ചു മാത്രം ജീവിതം മുന്നോട്ട് നീക്കുന്ന സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ച തുക മുടക്കി നാട്ടിൽ പോകാൻ സാധിക്കില്ലെന്ന് OICC കൂട്ടിച്ചേർക്കുകയുണ്ടായി. കമ്പനികൾ പലതും അടച്ചിരിക്കുകയാണ്. ജോലിക്കാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ ഒന്നും നൽകിയിട്ടുമില്ല. സന്ദർശക വിസയിൽ എത്തിയിട്ടുള്ള ആളുകൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ടാണ് വന്നിട്ടുള്ളത് പോലും. അങ്ങനെയുള്ള ആളുകൾ അടച്ച ടിക്കറ്റ് ചാർജ് തിരികെ വാങ്ങി കൊടുക്കുവാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് OICC ആവശ്യപ്പെടുകയുണ്ടായി. അടിയന്തര ചികിത്സ ആവശ്യമുള്ള അനേകം ആളുകൾ ഉണ്ട്. നാട്ടിലെത്തിച്ച് തുടർ ചികിത്സ നടത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ പോലും. ഇപ്പോൾ പ്രഖ്യാപിച്ച തുക സ്വന്തമായി മുടക്കാൻ സാഹചര്യമില്ലാത്ത ആളുകൾക്ക് സൗജന്യമായി യാത്രാ ടിക്കറ്റ് നൽകാനുള്ള ക്രമീകരണം ഉണ്ടാകണമെന്നും എംബസികളിലുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കണമെന്നും OICC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി രാജു കല്ലുംപുറം, ദേശീയ പ്രസിഡന്റ് ബിനു കുന്നന്താനം എന്നിവർ ആവശ്യപ്പെടുകയുണ്ടായി. അങ്ങനെ സാധിക്കാത്ത പക്ഷം വിദേശ രാജ്യങ്ങളിലെ വിമാനങ്ങൾക്ക് യാത്രാനുമതി നൽകണമെന്നും ഇവർ പറയുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.